വിജയങ്ങളല്ല കരുത്തിൻ്റെ സൂചകം. പ്രതിസന്ധികളിൽ നീന്തുമ്പോഴും കീഴടങ്ങാതിരിക്കുന്നതാണ് എന്ന ഹോളിവുഡ് താരം അർണോൾഡ് ഷ്വാസ്നെഗറിൻ്റെ വാക്കുകളിലൂടെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിനം പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പെരുമ്പറ കൊട്ടാത്തവർ. തറവാട്ടിൽ ഒരു കെടാവിളക്കുണ്ടായിരുന്നു. ആരൊക്കെയോ അതിൽ എണ്ണയൊഴിക്കുകയും വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. അവിടെ വന്നു പോകുന്നതാരൊക്കെ എന്ന് അതിന് ഒരറിവുമില്ലായിരുന്നു. നിരന്തരം കത്തി നിൽക്കുന്നതിനെക്കുറിച്ച് ആരോടും പരിഭവവും പറഞ്ഞില്ല. തലമുറകൾക്ക് ശേഷം ഒരു മുത്തശ്ശിയും കൊച്ചുമകളും കൂടി വീട്ടുമുറ്റത്തിരിക്കുമ്പോൾ അവൾ ചോദിച്ചു, അമ്മുമ്മേ, ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു ഗൃഹാതുരത്വം അനുഭവപ്പെടും. എന്താ കാരണം? അമ്മുമ്മ വിളക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ദേ, അതാണ് കാരണം. നിശബ്ദമായി അനുഭവങ്ങളും അനുഭൂതികളും സമ്മാനിച്ച് കടന്നു പോകുന്ന ചില ആളുകളുണ്ട്. അവർ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുള്ള പെരുമ്പറ കൊട്ടില്ല, ബഹളമുണ്ടാക്കില്ല, സ്വന്തം നഷ്ടങ്ങളെക്കുറിച്ച് വിലപിക്കില്ല, ആരോടും പരിഭവം പറയില്ല. അന്തർമുഖത രക്തത്തിൽ തന്നെ കാണും. ആരിൽ നിന്നും നന്ദിയോ കടപ്പാടോ പ്രതീക്ഷിക്കില്ല. പക്ഷേ അവരുടെ ശബ്ദരഹിത സാമീപ്യം അനേകർക്ക് വഴികാട്ടും, അനേകരെ വിളിച്ചുണർത്തും, പകരം വയ്ക്കാനാകാത്ത വൈകാരികത സൃഷ്ടിക്കും, ആളുകളെ അവർ പോലും അറിയാതെ ആകർഷിക്കും. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒന്നിനോടും പ്രണയമോ പകയോ ഇല്ലാതെ, ആരിലും ആകൃഷ്ടരാകാതെ ജീവിക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. തങ്ങളുടെ നിയോഗമറിഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ ജീവിക്കും. ആരുടെയെങ്കിലും മേൽനോട്ടത്തിന് വിധേയമാകുന്നത് കൊണ്ടല്ല അവർ കർമ്മനിരതരാകുന്നത്, ഉള്ളിൽ ജ്വലിക്കുന്ന അഗ്നിയുള്ളതുകൊണ്ട്. ആരുടെയെങ്കിലും പരിഗണനയോ അഭിനന്ദനമോ അല്ല അവരുടെ പ്രചോദനം. സ്വന്തം ദൗത്യബോധത്തിൽ നിന്നുകൊണ്ട് അവർ സ്വയം പ്രചോദിപ്പിക്കുന്നതാണ്. പക്ഷികൾ പാടുന്നതും കുരങ്ങുകൾ ചാടുന്നതും അങ്ങനെയാണ്. ആരെങ്കിലും ആസ്വദിക്കാനോ വിലമതിക്കാനോ കാത്തു നിന്നിരുന്നെങ്കിൽ അവർ ഒരിക്കലും തങ്ങളുടെ തനിമ നിലനിർത്തുമായിരുന്നില്ല. എന്തിനോടും ഇടപഴകി എല്ലാറ്റിനോടും പ്രതികരിച്ച് നിന്നാൽ മാത്രമല്ല അനുഭവങ്ങൾ കിട്ടുക. വിതറിയ സ്ഥലത്ത് വളർന്ന് വിരിഞ്ഞു നിന്നാലും അനേകം കാഴ്ചകളും കണ്ടെത്തലുകളും ഉണ്ടാകും. മറ്റുള്ളവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനും അവരുടെ പ്രതികരണങ്ങൾക്കനുസരിച്ച് പ്രതിപ്രവർത്തിക്കാനും ഇരുന്നാൽ പിന്നെ സ്വന്തമായ താല്പര്യങ്ങളോ അഭിരുചികളോ ഉണ്ടാകില്ല. നേരുന്നു ശുഭദിനം. സ്നേഹത്തോടെ ഷഹീനസ്. നന്ദി, നമസ്കാരം.